UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബം പങ്കെടുക്കാത്തതിൽ വിശദീകരണവുമായി ലീഗ് നേതൃത്വം. പങ്കെടുക്കേണ്ടിയിരുന്ന അബ്ബാസ് അലി തങ്ങൾ ഒഴിവാക്കാനാകാത്ത പരിപാടി ഉണ്ടായിരുന്നതിനായി ലീഗ് ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, സാദിഖ് അലി തങ്ങളും മുനവർ അലി തങ്ങളും വിദേശത്തെന്നും വിശദീകരണം. കൺവെൻഷനിൽ പാണക്കാട് തങ്ങന്മാരെ വിട്ടുന്നു എന്നുള്ള ഒരു പരാമർശം വന്നു. സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിനെ ഈ പ്രോഗ്രാമിൽ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിപാടി ഉള്ളത് കൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാമെന്ന്. മനഃപൂർവ്വമല്ല, വരും ദിവസം തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നുള്ളൂ. വരും ദിവസങ്ങളിൽ പാണക്കാട് തങ്ങന്മാരും ഒക്കെ എല്ലാവരും ഇവിടെ ഉണ്ടാകും. ഇന്ന് വരാൻ പറ്റാവുന്നവർക്കുള്ള അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് ആരംഭിക്കുന്നത് കഴിഞ്ഞ പ്രളയ സമയത്ത് അപ്പങ്കാവ് പാലം ഒലിച്ചുപോയി. അവിടെ ഒരു പാലുണ്ടാക്കാൻ വിസമ്മതിച്ച പിണറായി ഗവൺമെൻറ് വിസമ്മതിച്ചപ്പോൾ അവിടെ ഒരു പാലം ഉണ്ടാക്കി കൊടുത്ത ജില്ലാ പഞ്ചായത്ത് 2 കോടി രൂപ നൽകിയൊരു പാലം ഉണ്ടാക്കി അവിടുത്തെ കോളനി നിവാസികൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത സ്ഥലത്താണ് ഞങ്ങൾ പര്യടനം ആരംഭിക്കുന്നത്. അബ്ബാസ് അലി തങ്ങൾ നാളെ പോത്തുകലിൽ നടക്കുന്ന UDF സ്ഥാനാർത്ഥി പര്യടനം ഉദ്ഘാടനം ചെയ്യുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇല്ലാത്ത പ്രചരണം നടത്തില്ല. തങ്ങൾ ഇങ്ങോട്ട് വന്നിങ്ങോട്ട് എത്തായിരുന്നു. നാളെ രാവിലെ പോത്തുകല്ലിൽ രാവിലെ 10 മണിക്ക് ഇവിടുത്തെ പ്രചരണം ഉദ്ഘാടനം ചെയ്യുന്നത് അബ്ബാസ് അലി തങ്ങളാണ്. അതാ കുട്ടി. വിവരങ്ങളുമായി അനൽക സേതു ചേരുന്നു. അനൽക, എന്താണ് വിശദീകരണം? അഖില, ഇന്ന് നടന്ന നിലമ്പൂരിൽ നടന്ന UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നുമാണ് പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ, അതായത് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അബ്ബാസ് അലി തങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് വിട്ടിരുന്നത്. ഇതിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ്. എന്നാൽ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സൗദിയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ മറ്റൊരു അംഗമായിരുന്ന മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ മുനവർ അലി ഷിഹാബ് തങ്ങളും വിദേശത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പങ്കെടുക്കേണ്ടിയിരുന്ന അബ്ബാസ് അലി തങ്ങളാണ് ഇത്തരത്തിൽ UDFിൻ്റെ കൺവെൻഷനിൽ നിന്ന് വിട്ടുന്നത്. നമുക്കറിയാം, ഈ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യടൻ ഷോക്ക് മുമ്പ്, അതായത് ഈ മുസ്ലിം ലീഗിനെതിരെയും പാണക്കാട് കുടുംബത്തിനെതിരെയൊക്കെ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പശ്ചാത്തലത്തിൽ ഒക്കെ തന്നെ ആയിരിക്കാം അദ്ദേഹം വിട്ടുന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വം തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇസ്മായിൽ മുത്തേടമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയിട്ടുള്ളത്. അതായത് അബ്ബാസ് അലി തങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പരിപാടി ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിൽ UDFിൻ്റെ ചടങ്ങിൽ നിന്ന് വിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുനവർ അലി തങ്ങളും സാദിഖ് അലി തങ്ങളും വിദേശത്താണ്. അതുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തതെന്ന് വിശദീകരണമാണ് സ്വാഭാവികം നൽകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, സാദിഖ് അലി തങ്ങൾ ഈ സമീപകാലത്തൊന്നും പാണക്കാട് നിന്നും പാണക്കാട് കുടുംബാംഗങ്ങൾ പങ്കെടുക്കാത്ത UDFിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനൊന്നും അല്ലെങ്കിൽ അത്തരത്തിൽ പരിപാടികളൊന്നും നടന്നിട്ടില്ല. എന്നാൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇത്തരത്തിൽ അബ്ബാസ് അലി തങ്ങൾ ഈ UDFിൻ്റെ പ്രചാരണ പരിപാടിയിൽ നിന്നും, അത് മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പിൽ UDFിൻ്റെ കൺവെൻഷനിൽ വിട്ടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമല്ല, അത്തരത്തിൽ വാർത്തയായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒന്നെങ്കിൽ സാദിഖ് അലി തങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് പങ്കെടുക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് അബ്ബാസ് അലി തങ്ങളാണ്. അബ്ബാസ് അലി തങ്ങൾ പങ്കെടുത്തിട്ടെങ്കിൽ പോലും റഷീദ് അലി തങ്ങളൊക്കെ തന്നെ മറ്റ് പാണക്കാട് കുടുംബാംഗങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ സമസ്തയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന, അല്ലെങ്കിൽ ലീഗിൻ്റെയും അതോടൊപ്പം സമസ്തയുടെ മറ്റ് പോഷക സംഘടനകളുടെ ഒക്കെ തന്നെ ഭാരവാഹിത്വം വഹിക്കുന്ന മറ്റ് കുടുംബാംഗങ്ങൾ പാണക്കാട് തന്നെയുണ്ട്. എന്നാൽ ഇവരാരും ഈ UDFിൻ്റെ ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തില്ല എന്നതും ശ്രദ്ധേയമാണ്. ആര്യടൻ ഷൗക്കത്തും അതോടൊപ്പം തന്നെ ആര്യടൻ ഷൗക്കത്തിൻ്റെ പിതാവായിട്ടുള്ള ആര്യടൻ മുഹമ്മദും ഒക്കെ തന്നെ മുൻകാലങ്ങളിൽ ലീഗിനെതിരെയും പാണക്കാട് കുടുംബാംഗങ്ങൾക്കെതിരെ ഒക്കെ തന്നെ ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സമയത്തൊക്കെ തന്നെ ഈ ആര്യടൻ ഷൗക്കത്ത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ പാണക്കാട് കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത UDF കൺവെൻഷനിൽ നിന്ന് വിട്ടുന്നത്. അതിൽ തന്നെ മറ്റ് ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അഖിലേന്ത്യാ ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള PMSLM ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ മറ്റു നേതാക്കളൊക്കെ തന്നെ ഈ ചടങ്ങിനകത്ത് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും അബ്ബാസ് അലി തങ്ങൾ വിട്ടുന്നതാണ് ഇപ്പോൾ ഒരു വാർത്തയായിരിക്കുന്നത്. അദ്ദേഹത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് 4 മണിക്ക് നടക്കുന്ന പരിപാടിക്കകത്ത് അദ്ദേഹത്തെ ക്ഷണിച്ചത് 10 മണിക്കാണെന്നൊരു വിവരമാണ് ലഭിച്ചത്. പിന്നീട് ഈ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് 12:30 കൂടിയിട്ടാണ്
അബ്ബാസ് അലി തങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നൊരു വിവരം അദ്ദേഹത്തെ അബ്ബാസ് അലി തങ്ങൾ വിളിച്ചു പറയുന്നത് കാര്യമാണ് ഇസ്മായിൽ മുത്തേടം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം പറയുന്നത്. പാണക്കാട് കുടുംബം പങ്കെടുക്കാത്തതിൽ വിശദീകരണവുമായി ലീഗ് നേതൃത്വം എത്തിയിരിക്കുന്നു. പങ്കെടുക്കേണ്ടിയിരുന്ന അബ്ബാസ് അലി തങ്ങൾക്ക് ഒഴിവാക്കാനാകാത്ത പരിപാടി ഉണ്ടായിരുന്നു എന്ന വിശദീകരണമാണ് നൽകുന്നത്. പക്ഷേ ഇതാദ്യമായാണ് UDFന്റെ ഒരു പരിപാടിയിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരാൾ എത്താതിരിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. അനിൽ കാസിയതാണ് വിവരങ്ങൾ നൽകിയത്.